ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ദക്ഷിണ ഇറാഖിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ സംഗമിക്കുന്ന വാസിത്ത് എന്ന പ്രദേശത്തിൻ്റെ വടക്കും ബസറ പട്ടണത്തിന് തെക്കുമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബത്താഇഹ്. മരുഭൂമി താണ്ടി ചതുപ്പ് നിലങ്ങളുള്ള ബത്താഇഹിലെ ഒരു ഉൾഗ്രാമമാണ് ഉമ്മ അബീദ. ഇപ്പോഴും ഗ്രാമീണത മുറ്റി നിൽക്കുന്ന ഒരു പ്രദേശം. ആത്മീയ വഴി തേടുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രദേശമാണ് ഉമ്മ അബീദ. സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അബുൽ അബ്ബാസ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മദേശം. ആ പ്രദേശത്തു തന്നെയാണ് മഹാരഥൻ മറവിട്ട് കിടക്കുന്നതും. സ്വാഭാവികമായും ലോകത്തിലെ ആത്മീയ ദാഹികളായ മുഴുവൻ മനുഷ്യരും ഈ പ്രദേശത്തെ സന്ദർശിക്കാനും മഹാനവർകളുടെ ജന്മദേശത്തെ കാണാനും അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയെ കാണാനും വേണ്ടി, സിയാറത്ത് ചെയ്യാനും വേണ്ടി നിരന്തരമായി കൊതിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. 12-ാം നൂറ്റാണ്ടിലെ ആത്മീയ നേതൃത്വമാണ് ഷെയ്ഖ് റിഫാഴി റളിയല്ലാഹു അൻഹു, ആത്മജ്ഞാനികളുടെ രാജാവ്. ഹിജ്റ 512 റജബ് മാസത്തിലാണ് മഹാനവർകൾ ജനിക്കുന്നത്. പിതാമഹൻ റിഫാഴത്ത് എന്ന വ്യക്തിത്വത്തിൻ്റെ നാമത്തിൻ്റെ തുടർച്ചയിലാണ് റിഫാഴി എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളത്. പിതാവും മാതാവും ആത്മീയമായി ഉയർന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അബുൽ ഹസൻ അലി റളിയല്ലാഹു അൻഹുവാണ് പിതാവ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുയിലൂടെ എത്തുന്ന പരമ്പര പിതാവിനുണ്ട്, കുടുംബത്തിനുണ്ട്. മാതാവും ആത്മീയമായ ഉയർന്ന വ്യക്തിത്വം തന്നെയാണ്. ഫാത്തിമ അൻസാരിയ റളിയല്ലാഹു അൻഹ. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയിലേക്ക് കുടുംബബന്ധം പുലർത്തുന്ന മഹദി. മാതാവിലൂടെയും പിതാവിലൂടെയും ആത്മീയമായ പാരമ്പര്യമുള്ള ഉന്നത കുടുംബത്തിൽ മഹാനവർകൾ ജനിക്കുകയുണ്ടായി. അബ്ബാസി കാലഘട്ടത്തിലാണ് മഹാനവർകളുടെ ജീവിതം. AD 12-ാം നൂറ്റാണ്ടിൽ അബ്ബാസി ഖലീഫയായിരുന്ന അൽ മുസ്തർഷിദ് ബില്ലാഹിയുടെ കാലഘട്ടത്തിലാണ് മഹാനവർകൾ ജനിക്കുന്നത്. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുടെ കാലഘട്ടത്തിൽ തന്നെയാണ് റിഫാഴി ഷെയ്ഖിൻ്റെ ജീവിതവും. അവർ തമ്മിൽ 40 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച് ലോകത്തിന് ആത്മീയമായ വെളിച്ചം നൽകിയ മഹാപ്രതിഭകൾ. മഹാനായ ഷെയ്ഖ് റിഫാഴി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പിതാവ് നേരത്തെ മരണപ്പെട്ടുപോയി. പിതാവിന് ശേഷം സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് മാതൃ സഹോദരനായ മൻസൂർ അൽ ബത്താഇഹി റളിയല്ലാഹു അൻഹുവാണ്. റിഫാഴി ഷെയ്ഖിൻ്റെ വ്യക്തിവൈശിഷ്ട്യങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തിത്വമാണ് മഹാനരായ മൻസൂർ റളിയല്ലാഹു അൻഹു. റിഫാഴി ഷെയ്ഖിൻ്റെ ആദ്യത്തെ ഗുരുവാണ്. ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും രക്ഷാകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിക്കൊണ്ടുവന്ന മഹാപ്രതിഭയാണ് മൻസൂറുൽ ബത്താഇഹി റളിയല്ലാഹു അൻഹു. ആ മഹാഗുരുവിന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരി പുത്രൻ്റെ എല്ലാവിധ മികവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിവൈഭവമുള്ള, പഠന മികവ് പുലർത്തിയിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ഷെയ്ഖ് റിഫാഴി. ആദ്യ കാലഘട്ടത്തിൽ അമ്മാവനോടൊപ്പമുള്ള പഠന കാലഘട്ടത്തിന് ശേഷം ബസറയിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ അലിയുൽ വാസിത്വി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിക്ഷണത്തിനാണ് മഹാനവർകൾ വളർന്നു വരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയുണ്ടായി. വിവിധ വിജ്ഞാനീയങ്ങളിൽ മഹാനവറുകൾ വളരെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തു. ഖുർആനിലും ഹദീസിലും കർമ്മശാസ്ത്രത്തിലുമൊക്കെ മികവ് പുലർത്തിയ മികച്ച വിദ്യാർത്ഥിയായാണ് ബഹുമാന്യരായ ഷെയ്ഖ് റിഫാഴി വളർന്നു വന്നത്. ഗുരുവായിരുന്ന അലിയുൽ വാസിത്വി റളിയല്ലാഹു അൻഹു റിഫാഴി ഷെയ്ഖിൻ്റെ 20-ാം വയസ്സിൽ എല്ലാ മേഖലകളിലും എല്ലാ വിഷയത്തിലും ഇജാസത്ത് നൽകുകയും തൻ്റെ പഠനം വിദ്യാർത്ഥിത്വ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കർമ്മശാസ്ത്ര രംഗത്ത് വളരെ വിൽപ്പത്തി നേടിയിട്ടുള്ള, പ്രാഗൽഭ്യം നേടിയിട്ടുള്ള വിദ്യാർത്ഥിയായി അദ്ദേഹം വളർന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ
ഷാഫിഈ മദ്ഹബിൽ നന്നായി പഠനം നടത്തുന്നു. അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബു തൻബീഹ് ഷാഫി കർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത് കർമ്മശാസ്ത്ര രംഗത്ത് മികവ് പുലർത്താൻ ബഹുമാനപ്പെട്ട റിഫായി ഷേഖിന് സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തു തന്നെ വിശേഷപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായാണ് ഷേഖ് റിഫായി അവർകൾ വളർന്നു വരുന്നത്. നൈർമല്യമുള്ള ഹൃദയം, വളരെ പ്രസന്ന വദനനായുള്ള ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതി, ജീവിതത്തിൻ്റെ ലാളിത്യം, എല്ലാം സഹിക്കാനുള്ള കരുത്ത്, സേവന മനോഭാവം, ഭൗതിക വിരക്തി, ആർദ്രമായ മനസ്സ്, ഇതെല്ലാം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഷേഖ് റിഫായി തങ്ങളുടേത്. വിനയാന്വിതനായാണ് മഹാനവർകൾ ജീവിച്ചത്. അഹ്മദുൽ കബീർ റിഫായി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ മഹാനവർകൾ വളരെ വിനയത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ഉഹൈമിദ് എന്ന് വിളിക്കുക, എന്നെ നിങ്ങൾ കബീർ അഹ്മദുൽ കബീർ എന്ന് വിളിച്ച് ഞാൻ വലിയവൻ എന്ന ഭാവം എനിക്കില്ല. ചെറിയ അഹ്മദ് എന്നെ നിങ്ങൾ വിളിക്കണം. ഈ അർത്ഥത്തിൽ വിനയത്തോടു കൂടി മാത്രം ജനങ്ങളെ സംബോധന ചെയ്തിട്ടുള്ള, ശിഷ്യന്മാരെ സംബോധന ചെയ്തിട്ടുള്ള അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ന്യൂനതകൾ എന്നിൽ കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം. പലപ്പോഴും ഈ ചോദ്യം അഭിമുഖീകരിക്കുമ്പോൾ ശിഷ്യന്മാരൊരുക്കെ പ്രതികരിക്കുന്നൊരു കാര്യം, ഗുരു, നിങ്ങളിൽ ഞങ്ങളൊരു ന്യൂനതയും കാണുന്നില്ല. പക്ഷേ ഞങ്ങൾ കാണുന്ന ഏക ന്യൂനത എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നിങ്ങളുടെ ശിഷ്യന്മാരായല്ലോ എന്നത് മാത്രമാണ്. ഞങ്ങളുടെ കുറവിനെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങിൽ ഞങ്ങളൊരു കുറവും ഒരു ന്യൂനതയും കാണുന്നില്ല. ഇത് കേട്ടപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. കുറേയേറെ നേരം കരഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പ്രതീക്ഷയുള്ള വാക്കുകൾ പറയുന്നുണ്ട്. വാഹനം രക്ഷപ്പെട്ടാൽ വാഹനത്തിലുള്ളവരും രക്ഷപ്പെടും. ഇതൊരു പ്രതീക്ഷയുള്ള വാക്കാണ്. ഈ അർത്ഥത്തിൽ തൻ്റെ കുറവുകളെക്കുറിച്ച്, ന്യൂനതയെക്കുറിച്ച് മാത്രം അന്വേഷിക്കുന്ന ഒരു സ്വഭാവവും രീതിയുമാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ കാണുന്നത്. പാവപ്പെട്ടവർക്കൊപ്പമാണ് എപ്പോഴും ജീവിതം. പണക്കാരോട് സഹവാസം കുറവാണ്. പലപ്പോഴും ഇത്രയും സ്ഥാനങ്ങളുണ്ടായിട്ടും, നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ടായിട്ടും, ധാരാളം പേർ തന്നെ അനുകരിക്കാൻ വേണ്ടി ചുറ്റിലുമുണ്ടായിട്ടും ഒരിക്കൽ പോലും ഒരു സേവകനായി തൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സേവകനുണ്ടായിരുന്നില്ല. മഹാനവർകൾ പറയാറുള്ളൊരു കാര്യം, ഞാൻ തന്നെ ഒരു സേവകനാണ്. സേവകന് എന്തിനാണ് മറ്റൊരു സേവകൻ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വിനയത്തിൻ്റെ ഭാഷയിലുള്ള ഈ സംസാരം. ഒരിക്കലൊരു കുട്ടി വഴിയിൽ കാണുമ്പോൾ ഒരു കുട്ടിയോട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നീ ആരുടെ മകനാണ് എന്ന് ചോദിക്കുന്നു. കുട്ടി തിരിച്ചു പറഞ്ഞൊരു കാര്യം, നിങ്ങളെന്തിനാണത് നോക്കുന്നത്? ഞാൻ ആരുടെ മകനാണ് എന്നത് എൻ്റെ കാര്യമല്ലേ, നിങ്ങളെന്തിനാണത് ചോദിക്കേണ്ടത്? കുട്ടിയിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്നത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കൊച്ചു കുട്ടിയോട് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. മോനെ, നിന്നോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്, വലിയ ഇഷ്ടമുണ്ട്. കാരണം നീ എന്നെ അദബ് പഠിപ്പിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ടതില്ല എന്നൊരു പാഠം എന്നെ പഠിപ്പിച്ചു, എന്നൊരു മര്യാദ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് മോനെ, ഞാൻ നിന്നോട് വളരെ കടപ്പെട്ടവനാണ്. കാരണം നീ എന്നെ അദബ് പഠിപ്പിച്ചവനല്ലേ. ഒരു കുട്ടിയോട് പോലും ഈ രീതിയിൽ, ഒരു പക്ഷേ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു കുട്ടിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, ആ പ്രതികരണത്തിൽ ഒട്ടും ക്ഷുഭിതനാവാതെ വിനയത്തിൻ്റെ ഭാഷയിൽ മാത്രം ആ കുട്ടിയോട് പ്രതികരിക്കുന്നത് റിഫായി ഷേഖിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ക്ഷമിച്ചുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ജീവിതം. ഷേഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു തൻ്റെ സ്വന്തം പ്രദേശത്ത്. അവർ പ്രതിയോഗികളായി വളർന്നു വന്നിരുന്നു. പലപ്പോഴും വളരെ മോശമായ രൂപത്തിൽ റിഫായി ഷേഖിനെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ രീതിയിൽ റിഫായി ഷേഖിനോട് പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയോടും ഒരിക്കൽ പോലും അതിരുവിട്ട് സംസാരിച്ചിട്ടില്ല. വെറുപ്പിൻ്റെ കണിക പോലും ഉണ്ടായിട്ടില്ല. അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട്, എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് മഹാനവർകൾ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഈ പ്രതിയോഗികളിൽപ്പെട്ട ചില ആളുകൾക്ക് പാരിതോഷികങ്ങൾ കൊടുത്തയച്ചുകൊണ്ട് നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന അർത്ഥത്തിൽ അവരോട് സ്നേഹപ്രകടനം നടത്തുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരിൽ മനംമാറ്റമുണ്ടാക്കുന്നുണ്ട്. ശത്രുത കാണിച്ച് പ്രയാസത്തോടു കൂടി പെരുമാറിയ വ്യക്തികൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത് ഒരു വിനയാന്വിതനായ വ്യക്തിത്വത്തിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഗുണമാണ്.
സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഈ ശത്രുക്കളൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും മഹാനവറുകളുടെ കീഴിലേക്ക് വരികയും അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ജീവിത രീതി നമുക്ക് കാണാൻ പറ്റും. വളരെ ലളിതമായിരുന്നു റിഫായ് ഷേഖിൻ്റെ ജീവിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ശിഷ്യന്മാരുണ്ട്, അംഗീകരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഏതർത്ഥത്തിലും അവർക്ക് സേവനം ചെയ്യാൻ സന്നദ്ധരായ മനുഷ്യരുണ്ട്. പക്ഷെ ഒരാളുടെ മുന്നിൽ പോലും ആ അർത്ഥത്തിൽ ഒരു മേന്മയുടെ ഒരു മികവിൻ്റെ ഭാവം മഹാനവറുകൾ കാണിച്ചിട്ടില്ല. ധരിക്കുന്ന വസ്ത്രങ്ങൾ പരിശോധിച്ചാൽ ആ ലാളിത്യം നമുക്ക് ബോധ്യപ്പെടും. പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വളരെ ലളിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാവ്യക്തിത്വം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുക. മൗനമാണ് പലപ്പോഴും. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കില്ല. സംസാരിക്കുക എന്ന് പറയുന്നത് നാവിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളെയും അത് സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് അനിവാര്യതയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് ബഹുമാനപ്പെട്ട റിഫായ് ഷെയ്ഖിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല പ്രഭാഷകനായിരുന്നു, മികച്ച പ്രഭാഷകൻ. ആളുകളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഭാഷയും ആശയങ്ങളും ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ ചുറ്റിനും കൂടുമായിരുന്നു. അത്ഭുതം എന്ന രീതിയിൽ തന്നെ പറയാവുന്നത് വിദൂരതയിലേക്ക് പോലും ആ സംസാരം കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ്. 1,00,000 പേർ ഒരുമിച്ച് കൂടിയ സദസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ്. അന്ന് ഉച്ചഭാഷിണിയില്ലാത്ത അത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം. 1,00,000 പേർ ഒരുമിച്ചിരിക്കുന്നിടത്തേക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി കേൾക്കാവുന്ന തരത്തിൽ മഹാനവറുകളുടെ സംസാരം ഒരു അത്ഭുതമായിട്ട്, ആശ്ചര്യമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യരോട് സംസാരിക്കാവുന്ന, ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷയിലുള്ള സംസാരം ഓരോ മനസ്സിലും സ്പർശിക്കുന്ന വിധത്തിൽ, ഓരോ മനസ്സിനെയും പരിവർത്തിതമാക്കുന്ന തരത്തിൽ ഉള്ള സംസാരമായിരുന്നു. ആ സദസ്സിലെത്തുന്ന മനുഷ്യർ ആശ്ചര്യത്തോടു കൂടി ആ സംസാരത്തെ കേൾക്കും. പലപ്പോഴും പാപപങ്കിലമായ ജീവിതം നയിച്ച ഒരുപാട് പേർ ആ സദസ്സിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും പശ്ചാത്താപ മനസ്സോടുകൂടി പിരിഞ്ഞു പോകുന്നതിൻ്റെ രംഗത്തെക്കുറിച്ച് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 40,000-ത്തിലധികം പേർ ഒരുമിച്ചിരുന്നൊരു വേദിയിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി തിരിച്ചു പോകുന്ന മനുഷ്യരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ബയോഗ്രഫി പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ വളരെ മികവോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന, വലിയ ആശയങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന, പ്രഭാഷണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മികവ് പുലർത്തിയിട്ടുള്ളൊരു ജീവിതം ആ മഹാൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. മറ്റൊരു സവിശേഷത നമുക്ക് കാണാൻ പറ്റുന്നത് ഉമ്മയുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധമാണ്. ഏത് മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു പൊതു സ്വഭാവമാണ് മാതാവിനോടുള്ള, ഉമ്മയോടുള്ള അടുപ്പം. ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ഉമ്മയുടെ ആശീർവാദത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത്, ഉമ്മ എന്നത് ഒരു വികാരമായി സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് കാണാൻ പറ്റുന്നു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തെ പ്രയോഗിച്ച ഒരു മഹാഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, വിവരങ്ങളാണ്. ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കുക, അവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. മനുഷ്യരോട് കരുണ കാണിക്കുക, കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുത്തുകൊണ്ടുള്ള ജീവിതം. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യേതര ജീവജാലങ്ങളോട് പോലും ആ കാരുണ്യം വർഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രോഗികളോട്, വൃദ്ധരോട്, വിധവകളോട്, ദരിദ്രന്മാരോട്, അന്ധത ബാധിച്ചവരോട്, ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തലത്തിൽപ്പെട്ട ആളുകളിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശത്തെ ശിരസാവഹിച്ചുകൊണ്ട് അത് പ്രയോഗവൽക്കരിക്കാനുള്ള തീവ്രമായ യത്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കരുണ ചെയ്യാത്തവർ കരുണ ചെയ്യപ്പെടുകയില്ല എന്ന വിശുദ്ധമായ സന്ദേശം അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ, അത് ജീവിതത്തിൽ പുലർത്തുന്ന തരത്തിൽ, അതിൻ്റെ ആശയത്തെ ഉള്ളിൽ ആവാഹിച്ചുകൊണ്ടുള്ള ഒരു കാരുണ്യത്തിൻ്റെ പ്രവർത്തനമാണ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായി മഹാനവറുകൾ സ്വീകരിക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുക എന്നതാണ്. ചുറ്റുമുള്ള മനുഷ്യന് അവർക്ക് എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി മഹാനവറുകൾ കാണുന്നു. സ്വാഭാവികമായും അവർ രോഗികളിലേക്ക് എത്തുന്നു. തളർന്നു കിടക്കുന്ന രോഗികൾ അവരുടെ വീടുകളിൽ മഹാനവറുകൾ സന്ദർശിക്കും. രോഗിയെക്കുറിച്ചറിഞ്ഞാൽ അവരേത് ദൂരദിക്കിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും അവരിലേക്ക് കടന്നു ചെല്ലും. പലപ്പോഴും ദീർഘദിവസം ആ രോഗിയെ പരിചരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടും. രോഗം ഭേദമായി സ്വസ്ഥമായ അല്ലെങ്കിൽ ഒരു സംതൃപ്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് പലപ്പോഴും തിരിച്ചു വരാറുള്ളത്.
ഇങ്ങനെ ദൂരദിക്കുകളിലേക്ക് പോലുമുള്ള സഞ്ചാരത്തിൻ്റെ കാര്യങ്ങൾ മഹാനവറുകളുടെ ബയോഗ്രഫി പറയുന്നുണ്ട്. അന്ധരായ വ്യക്തികളെ വഴിയിൽ കാത്തിരിക്കുന്നതിന് പലപ്പോഴുമുള്ള അനുഭവമായിട്ട് ഗ്രാമീണർ ഓർത്തെടുക്കാറുണ്ട്. അന്ധത ബാധിച്ച മനുഷ്യർ അവരെ കൈപ്പിടിച്ച് ലക്ഷ്യത്തിലേക്ക് നടക്കുന്നതിനെക്കുറിച്ച് അവർ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്നത് വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത ഒരു ദൗത്യമായിരുന്നു. ഈ കാരുണ്യത്തിന് എല്ലാ വിഭാഗം മനുഷ്യരും അനുഭവസ്ഥരായി മാറിയിട്ടുണ്ട്. ഒരു കള്ളന് പോലും സമാനമായ അനുഭവം ഉണ്ടായത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കള്ളനോട് പോലും കാണിക്കുന്ന കാരുണ്യം. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വീട് പൂട്ടി പുറത്തേക്ക് പോയതാണ്. തിരിച്ചു വന്നു നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. പതുക്കെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച തൻ്റെ ധാന്യം കൂട്ടിവെച്ചിട്ടുള്ള സ്ഥലത്തിനരികെ നിൽക്കുന്നൊരു മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും മനസ്സിലായി കളവ് നടത്താൻ വേണ്ടി വന്ന വ്യക്തിയാണ്, കള്ളനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കള്ളനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും റിഫായി ഷെയ്ഖ് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത്, പ്രയാസപ്പെടുന്നല്ലേ, നിങ്ങൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കേണ്ടതില്ല, ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഈ ഗോതമ്പ് വറുത്തെടുക്കാൻ പ്രയാസപ്പെടില്ലേ, അതുകൊണ്ട് വറുത്ത ഗോതമ്പ് ഇവിടെ ഉണ്ട്, അത് കൊണ്ടുപോകാം. കള്ളനോട് പറയുന്നത് അവൻ്റെ പട്ടിണിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ്റെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ പരുഷമായി പെരുമാറുകയോ ചെയ്യല്ല. പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്കിതിനേക്കാളും നല്ലത് വറുത്ത ഗോതമ്പ് വീടിനകത്തുണ്ട്, ഞാൻ എടുത്തു തരാം. തൊട്ടടുത്തേക്ക് കൊണ്ടുപോയിട്ട് വറുത്ത ഗോതമ്പ് എടുത്ത് കൊടുക്കുകയും മാത്രമല്ല കൂടെ സഞ്ചി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് സഞ്ചിയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാം, കുറച്ചധികം കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വഴിയൊന്നും അത്ര സുഗമമല്ല, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരാം. വഴിയിൽ അനുഗമിച്ചുകൊണ്ട് കള്ളന്മാരുള്ള പ്രയാസപ്പെടുത്തുന്ന ആളുകളുള്ള പ്രദേശമാണ്, അതുകൊണ്ട് നിങ്ങളെ സുരക്ഷിതമായി നിങ്ങളുടെ പ്രദേശത്തേക്ക് എത്തിക്കേണ്ടത് കൂടി എൻ്റെ ഉത്തരവാദിത്വമാണ്. മഹാനവറുകൾ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കയ്യിലൊരു കയറ് വെക്കാറുണ്ട്. എന്തിനാണ് ഈ കയറ്? ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, പുറം പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്ന് വിറക് ശേഖരിക്കാൻ വേണ്ടിയാണ്. ആ വിറക് തലയിൽ ചുമന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അത് വിതരണം ചെയ്യും, വിധവകൾക്ക് വിതരണം ചെയ്യും, നിരാലംബരായ മനുഷ്യർക്ക് അത് എത്തിച്ചു കൊടുക്കും. മരുഭൂമിയാണല്ലോ, പലപ്പോഴും വെള്ളം കിട്ടാൻ പ്രയാസമാണ്. പല പ്രദേശങ്ങളിലും വെള്ളം ലഭ്യമായ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ഗ്രാമത്തിൽ വിതരണം ചെയ്യും. ഇങ്ങനെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി, ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടി മഹാനവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. സമാനമായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സമൂഹത്തിൽ പലപ്പോഴും മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ. ആ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നത് ഷെയ്ഖ് റിഫായി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയായിരുന്നു. പ്രത്യേകിച്ച് രോഗബാധിതരായ മനുഷ്യരിൽ കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് രോഗം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച മനുഷ്യർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. അവരെ പരിചരിക്കുക എന്നത് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഷെയ്ഖ് റിഫായി തങ്ങൾ കാണുന്നുണ്ട്. അവരുടെ വീടുകളിലേക്ക് പോകും, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും, അതുപോലെ അവരെ കുളിപ്പിച്ചു കൊടുക്കും. വളരെ പ്രധാനമായി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ കുഷ്ഠരോഗികളായ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സമൂഹം വളരെ അകൽച്ചയോടുകൂടെ കാണുന്ന ആളുകൾ അവർ കൂടി ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ വെള്ളപ്പാണ്ട് രോഗികളായ ആളുകളെ ആശ്ലേഷിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന സന്ദേശം. അതോടൊപ്പം മറ്റു കൂടെയുള്ള മനുഷ്യരോട് എങ്ങനെ ആളുകളെ ഏതെങ്കിലും അർത്ഥത്തിൽ അകറ്റി നിർത്താൻ നമുക്ക് സാധ്യമല്ല, അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അവരോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ രൂപത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള മനുഷ്യരോട് കാരുണ്യത്തോടെയുള്ള പെരുമാറ്റം ഷെയ്ഖ് റിഫായി തങ്ങളുടെ വളരെ വലിയൊരു സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യേതര ജീവജാലങ്ങളോട് പോലും നൽകിയിരുന്ന കാരുണ്യത്തിൻ്റെ, അവർക്ക് മുന്നിൽ വിരിച്ചു കൊടുത്തിരുന്ന കാരുണ്യത്തിൻ്റെ ചിറക് പലപ്പോഴും ധാരാളം സന്ദർഭങ്ങളിൽ മനുഷ്യേതര ജീവജാലങ്ങളോട്, പക്ഷികളോട്, മൃഗങ്ങളോടൊക്കെ നടത്തുന്ന കരുണാർദ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരിക്കൽ ശിഷ്യനായിട്ടുള്ള യാക്കൂബ് റളിയല്ലാഹു അൻഹു മഹാവ്യക്തിത്വം ഷെയ്ഖ് റിഫായി ഷെയ്ഖിനൊപ്പം ഇരിക്കുന്നുണ്ട്. റിഫായി ഷെയ്ഖിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു നല്ല തണുപ്പുള്ള ദിവസമാണ്. അപ്പോൾ ഉളു ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് റിഫായി തങ്ങൾ. കൈ വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സമയമാണ്. സ്വാഭാവികമായിട്ട് വളരെ പെട്ടെന്ന് ഉളു എടുത്ത് പോവുക എന്നതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്. പക്ഷേ വെള്ളത്തിലിട്ട കൈ തിരിച്ചെടുക്കുന്നില്ല. ദീർഘസമയം അങ്ങനെ തന്നെ അനങ്ങാതെ വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് ശിഷ്യന് മനസ്സിലാകുന്നില്ല. നേരെ ചെന്ന് കുറച്ച് സ്വസ്ഥമായുള്ള സമയമാണല്ലോ എന്ന് കരുതി
ആ കൈ ചുംബിക്കാൻ വേണ്ടി ശിഷ്യൻ മുന്നോട്ട് പോകുന്നുണ്ട്. കൈ പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് ഷെയ്ഖ് റിഫായി തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ സാധു ജീവിയെ പ്രയാസപ്പെടുത്തിയല്ലേ, അതതിൻ്റെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു ചെള്ള് കയ്യിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് മഹാനവറുകളുടെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ റിഫായി ഷെയ്ഖ് ആലോചിക്കുന്നത്, ആ ചെള്ള് അതിൻ്റെ ഭക്ഷണം കണ്ടെത്തിയത് എൻ്റെ ശരീരത്തിലാണ്, എങ്കിലതാവട്ടെ എന്ന് കരുതി കൈ അനക്കാതെ നിൽക്കുകയാണ്. ഒരു ജീവിയോട്, ഒരു ചെറുജീവിയോടുള്ള ഒരു കാരുണ്യത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരിക്കൽ റിഫായി ഷെയ്ഖ് തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് വസ്ത്രത്തിലൊരു പക്ഷി വന്നിരിക്കുന്നുണ്ട്. ആ പക്ഷി വന്നപ്പോൾ വളരെ വലിയ അനക്കങ്ങളില്ലാതെ ആ പക്ഷി ശരീരത്തിലുള്ള സമയത്ത് ഒരു വൃക്ഷത്തണലിലേക്ക് മഹാനവറുകൾ മാറി നിൽക്കുന്നുണ്ട്. ദീർഘനേരം ആ വൃക്ഷത്തണലിൽ അനങ്ങാതെ നിൽക്കുന്നു. ആ പക്ഷി തണൽ കൊള്ളട്ടെ, അതാവോളം, അതിന് മതിവരുവോളം ആ ശരീരത്തിൽ ഇരുന്ന ശേഷം പക്ഷി പറന്നു പോകുന്നുണ്ട്. പറന്നുപോയ ശേഷമാണ് ആ മരത്തണലിൽ നിന്ന് റിഫായി ഷെയ്ഖ് തങ്ങൾ മാറി നിൽക്കുന്നത്. ഈ രീതിയിൽ ധാരാളം മൃഗങ്ങളോട്, പക്ഷികളോടുള്ള കാരുണ്യത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ വളരെ പരിമിതമായ വസ്ത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ വസ്ത്രം പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, കമീസ് ധരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതൊരു പൂച്ച അതിൽ കിടന്നുറങ്ങുന്ന സംഭവത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ കേട്ടുള്ള കാര്യമാണ്. പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്, കമീസ് ധരിച്ച് വേണം പള്ളിയിലേക്ക് പോകാൻ. പക്ഷേ തൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഈ കമീസ് അതുപോലെ എടുത്ത് പോയാൽ പൂച്ച ഉണരും, അതിൻ്റെ സ്വസ്ഥമായ ഉറക്കിന് അത് പ്രയാസം സൃഷ്ടിക്കും. ഇനി പള്ളിയിലേക്ക് പോകുക എന്നത് ഏറ്റവും പ്രധാനമാണ്, എനിക്ക് കമീസും ആവശ്യമാണ്. മഹാനവറുകൾ ചെയ്യുന്നത്, ആ പൂച്ച കിടന്നുറങ്ങുന്ന ഭാഗത്തെ കമീസ് വെട്ടി മാറ്റിയിട്ട് അല്പം കമീസ് മുറിച്ചു മാറ്റിയ കമീസ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതാണ്. തിരിച്ചു വന്ന് പൂച്ച അതിൻ്റെ ഉറക്കമൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ആ കമീസ് വീണ്ടും തുന്നിച്ചേർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ജീവിയുടെ ഉറക്ക് പോലും ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നു. തെരുവിൽ 2-3 പട്ടികൾ ചേർന്ന് ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടിയെ ഭക്ഷണം കഴിക്കലാണ് അവിടെ താല്പര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വഴിയിലാണ്, ജനങ്ങൾ കടന്നു പോകുന്ന ഭാഗമാണ്. ആ വഴിയിൽ മഹാനവറുകൾ കാവൽ നിൽക്കുന്നുണ്ട്. ആ മൃഗങ്ങൾ, പട്ടികൾ പരസ്പരം കടിപിടി കൂടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആളുകൾ പോയാൽ സ്വാഭാവികമായിട്ട് ആ വഴിയിൽ നിന്ന് ആ പട്ടികൾ അടിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സംഭവിക്കരുത്. അവർ ഭക്ഷണത്തിന് വേണ്ടിയല്ല, അവർ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കട്ടെ. അതിനുവേണ്ടി കാവൽ നിന്ന് അവിടെയുള്ള ആളുകൾക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ടാരും കടന്ന് ശല്യം ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു നായക്ക് നടത്തിയ പരിചരണത്തെക്കുറിച്ച് പലപ്പോഴും ഷെയ്ഖ് റിഫായി തങ്ങളെക്കുറിച്ചുള്ള ചരിത്രത്തിൽ ആവർത്തിച്ചു കേട്ടിട്ടുള്ള കാര്യമാണ്. രോഗബാധിതമായിട്ട് മാറിയിട്ടുള്ള ഒരു പട്ടി, ശരീരം ആസകലും മുറിവ് വന്നിട്ടുള്ള പട്ടി, ആളുകൾ അതിനെ മരുഭൂമിയിലേക്ക്, വിദൂരത്തേക്ക് വലിച്ചെറിയുന്നതിനെക്കുറിച്ച്, അവിടെ ചെന്ന് ഈ നായക്ക് ദീർഘമായ കാലം ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച്, അതിനെ തമ്പ് കെട്ടി കൊടുത്തതിനെക്കുറിച്ച്, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നായയുടെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടാലോ? അതിനും കാരുണ്യം നൽകേണ്ടത്, അതിനെയും സ്നേഹിക്കേണ്ടത് അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ. അതിനോട് കാരുണ്യം കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് മഹാനവറുകൾ പ്രതികരിക്കുന്നുണ്ട്. പ്രകൃതിയിലെ ഏത് വസ്തുക്കളെ കാണുന്ന സമയത്തും അതിനോട് സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിക്കും. അതെല്ലാം, ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന ബോധത്തോടെയും ചിന്തയോടെയുമാണ് ഈ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സേവനത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ജീവിത വഴികൾ മഹാനവറുകൾ കാണിച്ചു തരുന്നു. ഇപ്പോൾ വഴികളിലൂടെ നടന്നു പോകുന്ന സമയത്ത് വഴിയിലെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ആ വഴി തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൈകൊണ്ടെടുക്കും. സമാനമായ രൂപത്തിൽ ധാരാളം സേവന പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായി ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്ത അത്തരത്തിലുള്ള സന്ദേശം നൽകിയിട്ടുള്ള മഹാഗുരുവാണ് ഷെയ്ഖ് റിഫായി തങ്ങൾ. തൻ്റെ സന്ദേശങ്ങൾ, ആത്മീയോപദേശങ്ങൾ, തത്വശാസ്ത്രം, അത് ലോകത്തിനെന്നും വെളിച്ചമായിട്ടുള്ള കാര്യമാണ്. തൻ്റെ ഗുരുവായിട്ടുള്ള ഷെയ്ഖ് കർണൂബി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകളുടെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു ശീലമായിരുന്നു. തൻ്റെ ഗുരു കർണൂബി റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യമാണ്, 2-3 ഉപദേശങ്ങൾ നിരന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്നർത്ഥത്തിലുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിരന്തരമായി അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യത്തിലേക്കെത്തില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, സംശയാലു വിജയിക്കില്ല എന്നതാണ്. മൂന്നാമത്തത്, സമയം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ബോധമില്ലാത്തവൻ്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ് എന്നാണ്.
ഈ 3 കാര്യങ്ങളും ഒരു തത്വമായി സ്വീകരിച്ചുകൊണ്ട് അത് നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കും. ഏകദേശം 1 വർഷത്തോളം ഈ 3 കാര്യങ്ങളെ നിരന്തരം ഷേഖ് റിഫായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഇതിൽ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിരുന്നു. സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ഇത്രമേൽ അറിഞ്ഞൊരു വ്യക്തിയെ പലപ്പോഴും നമ്മൾ വളരെ കുറഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താത്ത ജീവിതം, ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ സ്മരണയിലായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ജീവിതം. ആ ജീവിതത്തിലുടനീളം ജീവിച്ച മുഴുവൻ കാലത്തും സമയത്തിൻ്റെ വിലയെക്കുറിച്ച് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് മഹാനവറുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ധാരാളം കാര്യങ്ങൾ തൻ്റെ തത്വോപദേശങ്ങളായി, ആത്മീയോപദേശങ്ങളായി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സന്ദേശമായി ആ തത്വോപദേശങ്ങൾ ഇന്നും ജീവിക്കുന്ന വലിയ ആശയങ്ങളായി നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ്. സന്തോഷിപ്പിക്കുക, മനുഷ്യന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അതേറ്റവും ആനന്ദമുള്ള കാര്യമാണ്. തൻ്റെ ശിഷ്യനായിട്ടുള്ള മുഹമ്മദ് ബിൻ മുൻഖദിർ റളിയല്ലാഹു അൻഹു ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്ന് റിഫായി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിഫായി തങ്ങളുടെ മറുപടി, സൃഷ്ടികൾക്ക് സന്തോഷം പകരുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമെന്ന് പറയുന്നത്, ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നുള്ളത് എൻ്റെ കൂടെയുള്ള അല്ലെ എൻ്റെ ചുറ്റുമുള്ള സൃഷ്ടികൾക്ക് സന്തോഷം പകരാൻ സാധിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ വാതിലുകൾ തുറന്നിടണം എന്ന് മഹാനവറുകൾ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നുണ്ട്. അഗതികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, നിരാലംബരായ ആളുകൾക്ക് വേണ്ടി, ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നിടണം. അവർക്കെപ്പോഴും കടന്നു വരാൻ സാധിക്കണം. അവരെപ്പോഴും സ്വീകരിക്കപ്പെടുന്നവരാകണം. ഇങ്ങനെ പതിതരായ, പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി തുറന്നിട്ട വാതിലുകളെക്കുറിച്ച് മഹാനവറുകൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളൊരാളെയും നിസാരമായി കാണരുത് എന്നതാണ്. പലപ്പോഴും സമൂഹത്തിൻ്റെ കണ്ണിൽ ഏറ്റവും നിസാരരായി തോന്നുന്ന ആളുകൾ, അവർക്ക് മുന്തിയ പരിഗണന ലഭിക്കണം. ഒരു വ്യക്തിയെയും ഒരു ജീവിയെയും ഒന്നിനെയും നിങ്ങൾ നിസാരമായി കാണരുത്. ഇതുപോലെ നൽകുന്ന മറ്റൊരു ഉപദേശം, എല്ലാ കാര്യങ്ങളുടെയും നല്ല വശം കാണണമെന്നതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളതിൻ്റെ ചീത്ത വശത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഏതു കാര്യങ്ങൾക്കും ഒരു നല്ല വശമുണ്ട്. ആ നല്ല വശമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് മഹാനവറുകൾ പറയാറുണ്ട്. ഞാൻ ഏതു കാര്യങ്ങളുടെയും നല്ല വശം കണ്ടെത്താൻ വേണ്ടി സ്വയമായി പരിശീലിക്കാറുണ്ട് എന്ന് ശിഷ്യന്മാരോട് പലപ്പോഴും ഷേഖ് റിഫായി തങ്ങൾ ഉണർത്താറുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു അനുഭവം കൂടി പലപ്പോഴും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും കടന്നു പോകുന്ന സമയത്ത് ഒരു നായയുടെ ശവശരീരം കാണുന്നുണ്ട്. അത് ദുർഗന്ധം വമിക്കുന്ന ആ നായയുടെ ശവശരീരം കാണുമ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ട് അനുയായികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പരസ്പരം അതിൻ്റെ ചില കുറവുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു ചോദിക്കുന്നൊരു കാര്യം, ആ നായയുടെ പല്ലിൻ്റെ വെളുപ്പിനെക്കുറിച്ച് നിങ്ങളെന്തേ കാണാത്തത്, നിങ്ങൾക്കെന്തേ അതിനെക്കുറിച്ച് പറയാത്തത് എന്ന് പറഞ്ഞാൽ, ഏതൊരു വസ്തുവിലും ഏതെങ്കിലും ഒരു നന്മയുടെ വശമുണ്ടെങ്കിൽ, ഏതെങ്കിലും ആകർഷകമായിട്ടുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകണം. നിങ്ങളതിൻ്റെ കുറവുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും മാത്രം കണ്ടെത്തി അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കരുത് എന്ന ഉപദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം സഹവാസത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. ഷേഖ് അവർകൾ പലപ്പോഴും ജനങ്ങളുമായിട്ട് സഹവസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയും. മനുഷ്യർ നടത്തുന്ന പരസ്പര സഹവാസം, അതിൽ ചില രഹസ്യങ്ങളുണ്ട്. അത് മനുഷ്യനിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. റിഫായി തങ്ങൾ 7 വിഭാഗങ്ങളെക്കുറിച്ചുള്ള സഹവാസത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഭരണാധികാരികളോടുള്ള സഹവാസം, അതുപോലെ ധനാഢ്യരോടുള്ള സഹവാസം, ദരിദ്രരോടുള്ള സഹവാസം, കുട്ടികളോട്, സ്ത്രീകളോട്, പണ്ഡിതന്മാരോട്, ഇതുപോലെ തെമ്മാടികളോട്, ഇവരോടൊക്കെയുള്ള സഹവാസത്തെക്കുറിച്ച്. നിങ്ങൾ ധനാഢ്യരായ ആളുകളോടാണ് കൂടുതൽ സഹവസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ഈ ഭൗതിക പ്രമത്തതയും അതുപോലെ ഭൗതികമായ കാര്യങ്ങൾ കൂടുതൽ നേടിയെടുക്കണം എന്ന താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. നിങ്ങൾ ഭരണാധികാരികളോടാണ് ഇടപഴകുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു പക്ഷേ ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൻ്റെ സാധ്യതകളുണ്ട്. നിങ്ങളുടെ അകത്ത് അഹങ്കാരത്തിൻ്റെ സാധ്യതകളുണ്ട്. നിങ്ങൾ ദരിദ്രന്മാരോടാണ് കൂടുതലായിട്ട് സഹവസിക്കുന്നതെങ്കിൽ, ഇടപഴകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സംതൃപ്തിയുടെ, ഒരു ആത്മസംതൃപ്തിയുടെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഖനാഅത്തിൻ്റെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായതിൽ തൃപ്തിപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ നിങ്ങൾക്കകത്തുണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളുമായും നിങ്ങൾ സഹവസിക്കുമ്പോൾ നിങ്ങൾ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ച്, നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് നേടുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം എന്ന് സഹവാസത്തെക്കുറിച്ചുള്ള തത്വോപദേശങ്ങളിൽ ബഹുമാനരായ ഷേഖ് റിഫായി തങ്ങൾ നമ്മോട് ഉണർത്തുന്നുണ്ട്. ഇതുപോലെ 3 കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതക്രമത്തെക്കുറിച്ച് റിഫായി തങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നു.
ഒന്നാമത്തെ കാര്യം ലാ തസ് അൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കരുത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അതാണ് ആലോചിക്കേണ്ടത്. ലഭ്യമായതിൽ തൃപ്തി കൊണ്ടുകൊണ്ടുള്ള ജീവിതം, ഇതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ കാര്യം വലാ തറുദ്ദ എന്നാണ്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരെ നിങ്ങൾ മടക്കരുത്, ആരെയും നിങ്ങൾ നിരാശരാക്കരുത്. നിങ്ങളൊന്നും ചോദിക്കരുത്, പക്ഷെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ അവരെ നിരാശരാക്കുകയോ അവരെ നിങ്ങൾ മടക്കി വിടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം വലാ തദ്ദഖിർ എന്നാണ്. നിങ്ങളൊരിക്കലും സൂക്ഷിച്ചു വെക്കരുത്, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കരുത്. നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നൊന്നില്ല. നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് ഇന്ന് ചെയ്തു തീർക്കുക എന്നതാണ്. ഈ 3 ആശയങ്ങൾ തൻ്റെ ഉപദേശങ്ങളുടെ, തൻ്റെ ഫിലോസഫിയുടെ ഒരു അടിത്തറ എന്ന് വിളിക്കാവുന്ന 3 ആശയങ്ങൾ നിരന്തരമായി മഹാനവർകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജീവിതം അതല്ല യഥാർത്ഥ ജീവിതം എന്ന ബോധ്യം മനുഷ്യർക്ക് നൽകുക എന്നാണ്. അള്ളാഹുവിനോട് എപ്പോഴും നടത്താറുള്ള ഒരു പ്രാർത്ഥനയിൽ നിരന്തരമായി അദ്ദേഹം നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അള്ളാഹുമ ലാ ആയിഷ ഇല്ല ആയിഷുൽ ആഖിറ, ആഖിറത്തിലല്ലാതെ പരലോകത്തല്ലാതെ ജീവിതമില്ല. ഭൗതിക വിരക്തിയുടെ ഈ ഒരു ആശയം മനുഷ്യർക്ക് വേണ്ടി ഈ ഭൗതിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടി, വരും ലോകത്തെ യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് മാത്രം. ഇങ്ങനെ ഭൗതിക ലോകത്തോട് വിരക്തിയുള്ള, യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് ബോധമുള്ള, ആഖിറത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തുക, ഇത്തരം ധാരാളം തത്വോപദേശങ്ങൾ മഹാനവർകൾ തൻ്റെ ശിഷ്യന്മാർക്ക്, പിൽക്കാലത്തുള്ള മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പ്രബോധകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ. ദഅവത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച്, ദഅവത്തിൻ്റെ ടൂളുകളെക്കുറിച്ച്, പ്രബോധകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ആ ജീവിതത്തിലുണ്ട്. സർവ്വതല സ്പർശിയായ ദഅവത്തിനെക്കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദഅവത്ത് ഏകമുഖമുള്ള ഒന്നല്ല, അതിൻ്റെ ബഹുത്വത്തെക്കുറിച്ച്, അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരേ ദിശയിൽ സഞ്ചരിക്കേണ്ട ഒന്നല്ല പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് വൈവിധ്യങ്ങളുണ്ട്. വിവിധ തലത്തിലുള്ള, വിവിധ തട്ടിലുള്ള മനുഷ്യരോട്, ജീവജാലങ്ങളോട്, പ്രകൃതിയോട്, എല്ലാറ്റിനോടും പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന സമീപനമാണ് ഒരു ദാഴിക്കുണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിലേറ്റവും പ്രധാനമാണ് ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദഅവത്ത് നടക്കുന്നത്. അവരോട് വാക്കുകളെ കൊണ്ട് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ആവശ്യങ്ങൾ പരിഗണിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് അറിയുക. അത് ദഅവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, വശ്യമായ പെരുമാറ്റം ഉണ്ടാവുക. ജനങ്ങളോട് ഒരിക്കലും പരുഷമായി പെരുമാറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് എന്നാണല്ലോ. നിങ്ങൾ പരുഷമായി പെരുമാറുന്ന ആളായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ അകന്ന് പോകുമായിരുന്നു എന്നാണല്ലോ. റസൂലുള്ളാഹിയിലേക്ക് ആളുകൾ അടുത്തടുത്ത് വന്നത് എന്തുകൊണ്ടാണ്? വളരെ ഹൃദ്യമായിട്ടുള്ള, മനസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള, നിർമ്മലമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ, സമീപനത്തിൻ്റെ ഒരു രീതിയാണ്. അതേ രീതിയെക്കുറിച്ച് ഷെയ്ഖ് റിഫായി തങ്ങൾ നിരന്തരമായി ഉണർത്തുന്നുണ്ട്. ആരോടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരുഷപ്രകൃതം കാണിക്കുന്നതായി ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു പ്രബോധകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട്, അല്ലെങ്കിൽ ഗുണമായിട്ട് പറയുന്ന കാര്യം ക്ഷമയെക്കുറിച്ചുള്ള, വിട്ടുവീഴ്ചയെക്കുറിച്ചുള്ള, വളരെ നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ വിനയത്തെക്കുറിച്ചുമുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നിരന്തരമായി മഹാനവറുകൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്, ആ ജീവിതത്തിലൂടെ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ ഏറ്റവും മികച്ച പ്രബോധകൻ എന്ന അർത്ഥത്തിൽ മഹാനവറുകളുടെ പ്രവർത്തനത്തിലൂടെ ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വെളിച്ചം നൽകാൻ, സത്യസന്ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ മഹാനവറുകളുടെ പ്രബോധന രീതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വഴിതെറ്റി സഞ്ചരിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുകയും വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുകയും ചെയ്തതാണ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതം. ഈ അർത്ഥത്തിൽ ഒരു പ്രബോധകൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ പിൽക്കാല പ്രബോധകർക്ക്, ദാഴികൾക്ക് വലിയ പാഠം നൽകുന്ന വിധത്തിലുള്ള ധാരാളം സന്ദേശങ്ങൾ പറയുകയും ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുമാണ് മഹാനവറുകളുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ പ്രബോധന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിജ്ഞാന പ്രസരണമാണ്. അറിവിനെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. വൈജ്ഞാനിക വിപ്ലവം നടത്തിയ മഹാരഥനാണ് ഷെയ്ഖ് റിഫായി തങ്ങൾ. മഹാപണ്ഡിതനാണ്. നിരവധി ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാർ പലപ്പോഴും ആത്മീയ ശിക്ഷണത്തിന് വേണ്ടി, ആത്മീയ ശിഷ്യത്വം തേടിയിട്ട് തൻ്റെ പർണശാലയിലേക്ക് എത്തുന്ന ഓരോരുത്തരോടും മഹാനവർക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. അറിവ് നേടിക്കൊണ്ട് മാത്രമാണ് ആത്മീയമായ ഉന്നതി പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനം നേടണം. അറിവ് നേടാതെ ഒരർത്ഥത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആത്മീയമായ വളർച്ചയുണ്ടാവുക എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വൈജ്ഞാനികമായ അല്ലെങ്കിൽ അറിവിൻ്റെ മേഖലയിൽ ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പഠനത്തിൻ്റെ, ഹദീസ് വിജ്ഞാനീയങ്ങളുടെ, അതുപോലെ കർമ്മശാസ്ത്രത്തിൻ്റെ ഒക്കെ മേഖലകളിൽ ധാരാളം കാര്യങ്ങൾ മഹാനവറുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് വ്യത്യസ്തമായ തലങ്ങളിലെ വിജ്ഞാന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നതുകൊണ്ട് അബുൽ എൽമൈൻ എന്ന ഒരു അപരാഭിധാനം, ഒരു അപരനാമം മഹാനവറുകൾക്കുണ്ട്. ഏറ്റവും പ്രധാനമായ 2 മേഖലകളിലെ അറിവ് ആർജിച്ചതുകൊണ്ടും അതിൻ്റെ പ്രസരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ശരീഅത്ത് വിജ്ഞാനീയങ്ങളിലും അതുപോലെ ത്വരീഖത്തിൻ്റെ വിജ്ഞാനീയങ്ങളിലും 2 മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചതുകൊണ്ടാണ് അബുൽ എൽമൈൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ വൈജ്ഞാനിക സംരംഭങ്ങളിൽ, അറിവിൻ്റെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുക, ജീവിതത്തിൻ്റെ വലിയൊരളവും ഈ വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ആ ഗ്രന്ഥങ്ങളിൽ പലതും ഇന്ന് ലഭ്യമല്ല. നമ്മൾ അറബ് ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും വേദനയോടുകൂടി നമ്മൾ പഠിക്കേണ്ടി വരുന്നൊരു ചരിത്രം മംഗോളിയൻ ആക്രമണത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയന്മാർ ബഗ്ദാദ് ആക്രമിച്ചിട്ടുള്ള താർത്താരി ആക്രമണം എന്ന പേരിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്, രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ട്, ടൈഗ്രീസ് നദി ചുവന്നൊഴുകിയ കാലം ഉണ്ടായിട്ടുണ്ട്. ആ മരണങ്ങളോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയ 10,000-കണക്കിന് മനുഷ്യരോടൊപ്പം നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഇറാഖിലുണ്ടായിരുന്ന ബഗ്ദാദ്, പ്രത്യേകിച്ച് ബഗ്ദാദിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ഗ്രന്ഥശേഖരങ്ങളാണ്. ഒരു സുവർണ്ണ കാലഘട്ടത്തിൻ്റെ വലിയ അടയാളങ്ങളായി ഉണ്ടായിരുന്ന വലിയ ലൈബ്രറികൾ, വലിയ പുസ്തകശാലകൾ, അതെല്ലാം കത്തിച്ചാമ്പലായ രംഗം. ഇതിലൂടെ ചുവന്ന നിറത്തിൽ മാത്രമല്ല, ഈ കറുത്തിരണ്ട അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ കത്തി എരിഞ്ഞതിൻ്റെ ആ ചാരം കൂടി ഉൾപ്പെടെയുള്ള നദിയുടെ നിറം മാറ്റത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. മംഗോളിയൻ ആക്രമണത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഈ നിറഞ്ഞു നിന്ന പുസ്തകങ്ങളുടെ, ഗ്രന്ഥശാലകളുടെ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ധാരാളം കയ്യെഴുത്ത് പ്രതികൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ആ ആക്രമണങ്ങൾ പോലും അതിജയിച്ച് ചില ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഇന്നും ലഭ്യമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ഖുർആൻ പഠനത്തിൻ്റെ, അതുപോലെ ആധ്യാത്മിക പാഠങ്ങളുടെ, കർമ്മശാസ്ത്രത്തിൻ്റെയൊക്കെ മേഖലകളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് ഹാലത്തു അഹ്ലിൽ ഹഖീഖത്തി മഅല്ലാഹ് എന്നൊരു ഗ്രന്ഥം, അതുപോലെ അസ്സുറാത്തുൽ മുസ്തഖീം, അൽ ബുർഹാനുൽ മുഅയ്യദ് തത്വോപദേശങ്ങളടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ്. അതുപോലെ കിതാബുൽ ഹിക്കം, തഫ്സീറു സൂറത്തുൽ ഖദർ, അൽ മജാലിസുൽ അഹ്മദിയ്യ തുടങ്ങുന്ന ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ രൂപത്തിൽ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ദർസ് നടത്തിക്കൊണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് വൈജ്ഞാനിക മേഖലയിൽ ധാരാളം സംഭാവനകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് റിഫായി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആത്മീയ രംഗത്ത് മഹാനവറുകളുടെ ഔന്നത്യമാണ്. അതാണല്ലോ മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മജ്ഞാനിയായിട്ടുള്ള ഷെയ്ഖ് റിഫായി തങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു സ്വഭാവം, ഈ ആത്മീയമായ സവിശേഷത മഹാനവറുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ ഗുരുവായിരുന്ന ഷെയ്ഖ് മൻസൂർ, അമ്മാവൻ കൂടിയാണല്ലോ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഷെയ്ഖ് മൻസൂർ തൻ്റെ മകനെയും ഈ സഹോദരി പുത്രനായ ഷെയ്ഖ് റിഫായിയെയും രണ്ടുപേരെയും ഒരു ദിവസം വിറക് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ഷെയ്ഖ് മൻസൂർ അവർകൾ തൻ്റെ മേഖലയിലേക്ക് വളർന്നു വരേണ്ട ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഷെയ്ഖ് റിഫായിയെ ഈ അർത്ഥത്തിലേക്ക് തൻ്റെ പിൻഗാമിയായി, അല്ലെങ്കിൽ ആത്മീയ രംഗത്തെ ആ വഴിയിൽ സഞ്ചരിക്കേണ്ട ഒരു പിൻഗാമിയായിട്ട് കണ്ടെത്തുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ. സ്വാഭാവികമായിട്ടും വീട്ടിൽ സ്വന്തം മകൻ കൂടി ഉണ്ടല്ലോ, ആ മകനെ അവഗണിച്ചുകൊണ്ട് എന്തിന് നിങ്ങൾ ഷെയ്ഖ് റിഫായിയെ പരിഗണിക്കണം എന്നൊരു ചോദ്യം വീടിനകത്ത് നിന്ന് ഭാര്യയിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് മൻസൂർ അവർകൾ അതിന് കൃത്യമായൊരു മറുപടി പറയാതെ ചെയ്യുന്ന കാര്യം, നമുക്ക് നമ്മുടെ മകനെക്കുറിച്ച് നല്ല മതിപ്പുണ്ട്, നല്ല കുട്ടി തന്നെയാണ്, പക്ഷേ ഷെയ്ഖ് റിഫായിയിൽ ചില സവിശേഷതകൾ അദ്ദേഹം കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുമിച്ച് വിറക് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. നിങ്ങൾ മരം വെട്ടിയിട്ട് വിറക് ശേഖരിച്ച് വരണം എന്നാണ് പറയുന്നത്. രണ്ടുപേരും പോകുന്നു. വളരെ വൈകാതെ ഷെയ്ഖ് മൻസൂർ അവരുടെ മകൻ, റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, നല്ലൊരു വിറക് കെട്ടുമായിട്ട് വരുന്നുണ്ട്. ആ വിറക് കെട്ട് കാണുമ്പോൾ
പിന്നെ ഈ കുട്ടിയുടെ ഉമ്മ ഷെയ്ഖ് മൻസൂർ അവരുടെ ഭാര്യ പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മുടെ മകൻ എത്ര മിടുക്കനാണ്, അവൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ചുവല്ലോ, എത്ര വേഗമാണ് അവൻ വിറക് വെട്ടി വന്നത്, നമ്മുടെ പിന്നെ സഹോദരി പുത്രനെ കാണുന്നില്ലല്ലോ, ഷെയ്ഖ് റിഫായിയെ കാണുന്നില്ല, എവിടെയാണ് ആ കുട്ടിയുള്ളതെന്നറിയില്ല. കുറച്ച് വൈകിട്ട് വെറും കൈയോടെ ഷെയ്ഖ് റിഫായി തിരിച്ചു വരുന്നുണ്ട്, കയ്യിലൊന്നുമില്ല. അപ്പോൾ എവിടെ മകനെ വിറക് എന്ന് ചോദിക്കുമ്പോൾ മഹാനവർകൾ തിരിച്ചു പറയുന്ന കാര്യം, ഉസ്താദെ ഞാൻ ശ്രമിച്ചു, വിറക് വെട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ ഓരോ മരത്തിനടുത്തേക്ക് അടുക്കുമ്പോഴും അതിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലായി കഴിയുന്ന അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സസ്യങ്ങളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആ തസ്ബീഹ് ചെല്ലുന്ന സസ്യങ്ങളെ ഞാൻ എങ്ങനെയാണ് അറുത്തു മാറ്റുക, അതിനെങ്ങനെയാണ് ഞാൻ വെട്ടുക? അതുകൊണ്ട് എനിക്ക് ഒന്നിൻ്റെ അടുത്തേക്കും പോകാൻ പറ്റിയില്ല. ഓരോ സസ്യങ്ങളിൽ നിന്നും തസ്ബീഹാണ് ഞാൻ കേൾക്കുന്നത്. ഞാനതുകൊണ്ടാണ് വെറും കൈയോടെ വന്നത്. എനിക്ക് വിറക് വെട്ടാൻ സാധിക്കുന്നില്ല ഗുരു എന്നാണ് പറയുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കാണിച്ചിട്ടുള്ള ഈ ആത്മീയ ഔന്നത്യം അത് ഷെയ്ഖ് മൻസൂർ അവർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. തൻ്റെ കുടുംബിനിക്ക് കൂടി ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ആത്മീയമായ ഔന്നത്യം പലതരങ്ങളിലും പല രംഗങ്ങളിലും മഹാനവർകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മത, സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ദിവസവും നടത്തുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ 1000 ഇഖ്ലാസ് സൂറത്ത് ഓതിക്കൊണ്ട് ഓരോ ദിവസവും മഹാനവർകൾ സുന്നത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. റിഫായി ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആത്മീയ വഴി, തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 55 ആയത്തുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനങ്ങളാണ്, അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആശയങ്ങളാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിൽ അതിസൂക്ഷ്മമായ ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നൽകുന്നത്. ആ സൂക്ഷ്മ ജീവിതത്തിനുള്ള പരിശീലനം ശിഷ്യന്മാർക്ക് മഹാനവർകൾ നൽകുന്നുണ്ട്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന തിന്മകളിൽ നിന്ന് പോലും വിട്ടുനിൽക്കാൻ തൻ്റെ ശിഷ്യന്മാരെ മഹാനവർകൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ആത്മീയ ഔന്നത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നതിലെ ആനന്ദം കണ്ടെത്തുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുക, റസൂലുള്ളാഹിയെ അനുധാവനം ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും, സംസാരത്തിലും, ഉറക്കിലും, ഇരുത്തത്തിലും, നടത്തത്തിലും, ഭക്ഷണം കഴിക്കുന്നതിലും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട്, ആ സുന്നത്തുകളെ പാലിച്ചുകൊണ്ട്, അതെങ്ങനെയായിരുന്നു എന്ന് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമങ്ങളാണ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഔന്നത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാനവർകൾ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ അനുധാവനത്തെക്കുറിച്ച് ഉണർത്താറുണ്ട്, ചില പൂർവികരെക്കുറിച്ച് ഉണർത്താറുണ്ട്. ചില പൂർവികർ ചില പഴങ്ങൾ കഴിക്കുന്നത് മാറ്റിവെച്ചിരുന്നു എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് അവർ പഴങ്ങൾ കഴിക്കുന്നത് മാറ്റിവെച്ചു? എല്ലാ പഴങ്ങളും അല്ല, ചില സവിശേഷമായ ചില പഴങ്ങളെക്കുറിച്ച് പറയുന്നു. ആ പഴം കഴിക്കുക എന്നൊരു തെറ്റായതുകൊണ്ടല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ആ പഴം കഴിച്ചത് എന്ന് അവർക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയില്ല, അവർക്ക് ഹദീസിന് അത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ റസൂലുള്ളാഹി എങ്ങനെ കഴിച്ചു എന്ന് മനസ്സിലാവാത്തൊരു പഴം, അതാ പഴം കഴിക്കുന്നത് ഉപേക്ഷിക്കുക എന്നത് ചില മഹാരഥന്മാരായ വ്യക്തികളുടെ ജീവിത വഴിയായിരുന്നു എന്ന് ഷെയ്ഖ് റിഫായി തങ്ങൾ ശിഷ്യന്മാരെ ഉണർത്തുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് തോന്നും. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു ചെറിയ കാര്യമല്ലേ, പഴം കഴിക്കുക എന്നൊരു തെറ്റായ കാര്യമല്ലല്ലോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കഴിച്ചു എന്ന് മനസ്സിലാവാത്ത പഴം അതേ രീതിയിൽ അതേ രീതിയിൽ കഴിക്കുന്നത് അല്ലെങ്കിൽ അതേ രീതിയിൽ കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് മാറ്റിവെക്കുക, ഇതൊരു ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഷെയ്ഖ് റിഫായി തങ്ങൾ പറയുന്നത് ഈ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നാണ്. ആ സൂക്ഷ്മത, അപ്പോൾ അനുധാവനത്തിൻ്റെ ആനന്ദം എത്രത്തോളമായിരിക്കും ആസ്വദിച്ചിട്ടുണ്ടാവുക, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്ന് നമ്മൾ ആലോചിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരർത്ഥത്തിൽ തൻ്റെ ശിഷ്യനായിട്ടുള്ള ഷെയ്ഖ് മക്കിയുൽ വാസിത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഷെയ്ഖ് റിഫായി തങ്ങളോടൊപ്പം ഒരു രാത്രി താമസിച്ചു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് മാത്രം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് 40 കാര്യങ്ങൾ ആ ജീവിതത്തിൽ പകർത്തിയതായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഒരൊറ്റ രാത്രിയുള്ള സഹവാസത്തിലൂടെ 40 കാര്യങ്ങൾ, 40 സുന്നത്തുകൾ, എൻ്റെ ശ്രദ്ധയിൽ അത്രത്തോളം ഇല്ലാത്ത 40 സുന്നത്തുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നതായി കാണാൻ സാധിച്ചു എന്ന് ശിഷ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, അതിരറ്റ സ്നേഹം, അത് മനസ്സിൽ ആവാഹിച്ചുകൊണ്ടുള്ള ജീവിതം, അത് ജീവിതത്തിനകത്ത് പകർത്തിക്കൊണ്ട് അത് പാഠമാക്കിക്കൊണ്ടുള്ള പ്രവാചകാനുരാഗത്തിൻ്റെ വഴിയിലൂടെ ആത്മീയ ഔന്നത്യം നേടിയിട്ടുള്ളൊരു ജീവിതത്തെയാണ് നമ്മൾ കാണുന്നത്. മഹാനവർകളുടെ മദീന സന്ദർശനം എപ്പോഴും ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമല്ലോ. ഹജ്ജ് വേളയിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് മദീനയിലേക്ക് നടത്തുന്ന യാത്ര, മദീനയിലെത്തിയിട്ട് നടത്തുന്ന ഒരു അഭ്യർത്ഥന, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് റൗളാ ഷരീഫിൽ ചെന്ന്
ചെന്ന് പറയുന്ന വാക്കുകൾ, അവിടെയുള്ള ആ വരികൾ, മനോഹരമായിട്ടുള്ള വരികൾ, ആ വരികൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഫിഹാലത്തിൽ ബൊഴുതി റുഹി കുന്തൂർ സിലുഹ തുക്കബിലുൽ അർലാനി വഹിയന ഇബത്തി എന്ന് തുടങ്ങുന്ന വരികൾ. തിരുദൂതരെ, അങ്ങിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ആ ആത്മാവ് ഈ മണ്ണ് തൊട്ട് എന്നിലേക്ക് തിരിച്ചു വരാറുണ്ടായിരുന്നു. അതിൻ്റെ സുഗന്ധത്തെ ഞാൻ ആസ്വദിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഞാൻ എൻ്റെ ശരീരവുമായി അങ്ങിലേക്ക് വന്നിരിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറയുന്ന എത്ര ഹൃദയഹാരിയായിട്ടുള്ള വാക്കുകൾ. ആ കരം ചുംബിച്ചുകൊണ്ട് ആത്മനിർവൃതി അടഞ്ഞുകൊണ്ടുള്ള ഷേഖ് റിഫായി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ അർത്ഥത്തിലെ ആത്മീയ ഔന്നത്യമാണ് ഷേഖ് റിഫായി തങ്ങൾ, ആ പ്രകാശഗോപുരം നമുക്ക് മുന്നിൽ ഇപ്പോഴും ജ്വലിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം അപരാഭിധാനങ്ങൾ, വ്യത്യസ്തമായ പേരുകൾ മഹാനവർക്കുണ്ടായിരുന്നു. ഈ ആത്മീയ ലോകത്തെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വാക്കുകൾ താജുൽ ആരിഫീൻ എന്നും ഷറഫുസാഹിദീൻ എന്നും അൽ കൻസുർ റബ്ബാനി എന്നും തുടങ്ങുന്ന ധാരാളം പേരുകൾ മഹാനവറുകളുടെ പേരിനോട് ചേർത്ത് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിൽ ആത്മീയ ഔന്നത്യത്തിലൂടെ ജീവിച്ച മഹാരഥനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനവറുടെ കുടുംബ പരമ്പര, മക്കൾ, ആൺകുട്ടിയായിട്ട് ഉണ്ടായിരുന്ന ഏക മകൻ കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ല. ഭാര്യമാർ 2 പേരുണ്ടായിരുന്നു. ആദ്യമായി വിവാഹം ചെയ്തിരുന്നത് തൻ്റെ ഗുരുവായിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ വാസിത്തി റളിയല്ലാഹുവിൻ്റെ മകൾ സയ്യിദത്ത് ഖദീജ അൻസാരിയ എന്ന് പറയുന്ന മഹദിയായിട്ടുള്ള വനിതയെയാണ് ആദ്യം വിവാഹം ചെയ്തത്. അവരുടെ വിയോഗാനന്തരം ഭാര്യയുടെ സഹോദരിയായിട്ടുള്ള സയ്യിദത്ത് റാബിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഈ വിവാഹബന്ധങ്ങളിലായിട്ട് മകൻ സയ്യിദ് സ്വാലിഹ് ഖുത്തുബുദ്ദീൻ റളിയല്ലാഹുവിനു ഏക മകനാണ്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ മഹാനവറുകൾ വിട പറഞ്ഞു. പെൺമക്കളായിട്ട് 2 പേരുണ്ടായിരുന്നു. ഒന്ന് സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് സയ്യിദത്ത് സൈനബ റളിയല്ലാഹു അൻഹ. ഈ പെൺമക്കളുടെ സന്താന പരമ്പരയിലൂടെയാണ് ഷേഖ് റിഫായി തങ്ങളുടെ ആത്മീയധാര തുടർന്നു വന്നിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഈ ആത്മീയധാരയുടെ കൈവഴികൾ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിജറ 578 മഹാനവറുകൾ വിട പറയുന്നത്. ഹിജറ 578 ജമാദുൽ അവൽ 12 വ്യാഴാഴ്ചയാണ് മഹാനവറുകളുടെ വിട വാങ്ങലുണ്ടാകുന്നത്. വർഷത്തെക്കുറിച്ച്, ജനനത്തിൻ്റെയും വഫാത്തിൻ്റെയും വർഷത്തെക്കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ജനനം 500-ലായിരുന്നു എന്നും 512-ലായിരുന്നു എന്നുള്ള ഇങ്ങനെ ഈ അർത്ഥത്തിലുള്ള ചില കാര്യങ്ങൾ, വർഷത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്, വഫാത്തിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഗ്രന്ഥങ്ങളും ഹിജ്റ 512 ജനിക്കുകയും 578 വഫാത്താകുകയും ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ മനാഖിബു അഖ്താബിൽ ഹംസ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിനകത്ത് കൃത്യമായിട്ട് ഈ വർഷങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 66 വർഷം മഹാനവറുകൾ ജീവിക്കുകയുണ്ടായി. 66-ാമത്തെ വയസ്സിൽ ലോകത്തോട് ഷേഖ് റിഫായി തങ്ങൾ വിട പറഞ്ഞു. തൻ്റെ ജന്മനാടായിട്ടുള്ള ഉമ്മു അബീദ എന്ന ഗ്രാമത്തിൽ, ഇന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഗ്രാമീണത മുറ്റി നിൽക്കുന്ന ആ ഉമ്മു അബീദയിൽ തന്നെയാണ് മഹാനവറുകളുടെ അന്ത്യവിശ്രമ കേന്ദ്രമുള്ളത്. നിരവധി ശിഷ്യന്മാർ തൻ്റെ ജീവിതകാലഘട്ടത്തിൽ 1,80,000 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ശിഷ്യന്മാർ ഈ 1000-ഓളം വർഷം ഇങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നിരവധി ശിഷ്യന്മാരുള്ള ഒരു മഹാഗുരുവായി നമ്മുടെ മുന്നിൽ ഒരു വെളിച്ചമായി, പ്രകാശമായി ഷേഖ് റിഫായി തങ്ങളുണ്ട്. ആ ജീവിതത്തെ കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ചരിത്രത്തിലൂടെ കൂടുതൽ അന്വേഷണങ്ങൾ നമ്മൾ നടത്തണം. ആ ജീവിതത്തിൽ നിന്ന്, ആ വിശുദ്ധമായ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ പകർത്താൻ നമുക്ക് സാധിക്കണം. റബ്ബ് തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.